ശമ്പള പരിഷ്കരണത്തിന്റെ കൗതുകമാണ് ഇന്ന് അറിയിക്കുന്നത്. നല്ലൊരു കൗതുകമുണ്ട് ശമ്പള പരിഷ്കരണത്തിന്. കൗതുകം വേറൊന്നുമല്ല, കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതായി. എല്ലാവരും കൂടി കളിപ്പിച്ച് കൊച്ചു ഉറങ്ങിപ്പോയി. കേട്ടിട്ടില്ലേ? കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാതായി, കളിപ്പിച്ച് കുഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിപ്പോയി. ഇത് രണ്ടും കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെയാണ് ശമ്പള പരിഷ്കരണത്തിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പിണറായി ചേട്ടനും ബാലഗോപാലനും കൂടി എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് കിടത്തി തുടങ്ങി. ഇപ്പോൾ അതിങ്ങനെ കുഞ്ഞുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നല്ല രസകരമായ ഒരു കാര്യമാണ്. ഇതിന് ആരും ട്രോളായിട്ട് കണക്കാക്കണ്ട. 10 വർഷത്തിലൊരിക്കൽ മതി ശമ്പള പരിഷ്കരണം എന്നുള്ളതിന് വലിയ അപ്പർ ഹാൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പൊതുസമൂഹത്തിൽ നിന്നും അപ്പർ ഹാൻഡ് കിട്ടുന്നു എന്നുള്ളതാണ് നല്ല തമാശ. ജീവനക്കാരിടയിൽ നിന്നും കിട്ടുന്നുണ്ട്. കാരണം 10 വർഷത്തിലൊരിക്കലായാൽ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഫിറ്റ്മെൻറ്റ് അലവൻസും കാര്യങ്ങളുമൊക്കെ വല്ലാതെ കൂടും. ഇനിയിപ്പോൾ 5 വർഷത്തിലൊരിക്കലായാൽ, ഇപ്പം 27-ലാണ് 26 ഇപ്പം നടപ്പിലാക്കിയെന്ന് വിചാരിക്കും. ഇനി കമ്മീഷനെ വയ്ക്കണമെങ്കിൽ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ VP ജോയി കമ്മീഷൻ മിക്കവാറും അത് പ്രവർത്തനം നിലച്ച രൂപത്തിലാണ്. 2 അനൗദ്യോഗികങ്ങളെ വെച്ചവർ വരുന്നില്ല. VP ജോയും ഓഫീസിൽ പോകുന്നില്ല. 14 ഉദ്യോഗസ്ഥർ മാത്രം ദിവസവും പോയിരുന്ന സമയം കളയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ശമ്പള കമ്മീഷനെ പുതുക്കി പുതിയ ആളുകളെ വെച്ചുകൊണ്ടൊരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നെന്ന് വിചാരിക്കുക. ഞാനൊരു സാങ്കല്പികമാണ് പറയുന്നത്. വന്നാൽ അവർക്ക് 6 മാസം 1 വർഷം സമയം കൊടുക്കണം. അപ്പോൾ 27 ആകും. 27 ആകുമ്പോൾ ഒരു ശമ്പള പരിഷ്കരണം വന്നാൽ പിന്നെ 32-ലാണ് അടുത്ത ശമ്പള പരിഷ്കരണം 5 വർഷം കഴിയുമ്പോൾ. പക്ഷേ നേരത്തെ കണക്ക് വെച്ച് പിടിക്കണം. അങ്ങനെ പറയുമ്പോൾ 29-ലേക്ക് പോകും. 24-ൻ്റെ ഉള്ളത് വെച്ച് പിടിച്ചാൽ 29-ലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ 10 വർഷത്തെ കഥ വച്ചുകൊണ്ട് 2019 ചെയ്തൊരു കഥ വച്ചുകൊണ്ട് 2029 ഇത് ഒന്നിച്ച് പിടിച്ചൂടെ എന്നൊരു ചോദ്യം ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് 3 വർഷമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 3 വർഷം ഇത് കഴിച്ചാൽ പോരെ? 10 വർഷത്തിൻ്റെ എഫക്റ്റ് ആയില്ലേ? 3 വർഷം ഇത് കഴിച്ചിട്ടാൽ പോരെ? അപ്പോൾ അടുത്ത 2029 നടപ്പിലാക്കുക എന്നുള്ളതാണ്. 10 വർഷത്തിലൊരിക്കൽ മതി എന്ന തീരുമാനത്തിലേക്ക് UDF നീങ്ങുന്നു എന്നാണ് അനൗദ്യോഗികമായിട്ടും അനൗപചാരികമായിട്ടും നടക്കുന്ന ചർച്ച. ഒരു തീരുമാനവും ഗവൺമെൻറ് എടുത്തിട്ടില്ല. നാളെ നമ്മളെ ട്രോളരുത്. ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് പിന്നെ നിലവിലെ 2 അംഗങ്ങളും LDF സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യം നിയമിച്ചവരായതിനാൽ അവർ തുടരുന്നതിലും ഈ സർക്കാരിന് താല്പര്യമില്ല. പക്ഷേ അവർ രാജിവെച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ എന്തായാലും അവർ തുടരാൻ സാധ്യതയില്ല. കമ്മീഷൻ്റെ അധ്യക്ഷനെ മാറ്റണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കി ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും കുടിശ്ശികയില്ലാതെ നൽകുക എന്നുള്ളതാണ് UDF നടപ്പിലാക്കാൻ പോകുന്ന ആലോചന എന്നാണ് പുറത്ത് കേൾക്കുന്ന കാര്യം. 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയെങ്കിലും അത് സൃഷ്ടിച്ച സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയാതെ വന്നതോടെ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് ഈ ഉള്ളത്. മാത്രമല്ല DA കുടിശ്ശിക വല്ലാതെ കുടിശ്ശിക വരികയും ചെയ്തു. ഈ കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ ഈ സർക്കാരിൻ്റെ കാലത്ത് നൽകുമെന്ന് വ്യക്തമാക്കി ഉത്തരവ് ചെയ്തെങ്കിലും ബാധ്യത ഏറ്റെടുക്കുന്ന കാര്യത്തിൽ UDF സർക്കാർ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. സർക്കാർ പരിഗണിക്കുന്നത് കുടിശ്ശികയുള്ള 2% DA ഓണത്തോടനുബന്ധിച്ച് അനുവദിക്കുകയും ഇതിൻ്റെ ജനുവരി മുതലുള്ള കുടിശ്ശിക പ്രോവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിക്കുകയും ചെയ്യാനുള്ളതാണ് കൂടുതൽ സാധ്യത. നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് 35% DA കൊടുക്കാനുണ്ട്. അത് 19 മുതൽ മുൻകാല പ്രാബല്യവും നൽകി. 21 ഏപ്രിലാണ് 1ാം പിണറായി സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. 5 വർഷത്തിലൊരിക്കൽ എന്ന തത്വം അനുസരിച്ചാണെങ്കിൽ 19 നടപ്പിലാക്കിയാൽ 24 നടപ്പിലാക്കണമായിരുന്നു. അത് 10 വർഷത്തേക്ക് നീട്ടിയാൽ 29-ലേക്ക് നടപ്പിലാക്കിയാൽ മതി. അപ്പോൾ 19 നടപ്പിലാക്കി 21 വന്നു. പക്ഷേ 19 നടപ്പിലാക്കി 24 നടപ്പിലാക്കണമായിരുന്നു. 24 ഇങ്ങനെ എഴുതുന്നത്. അത് പക്ഷേ 24 കട്ടായി പോയതുകൊണ്ട് ഇനി 29-ലേക്ക് പോയാൽ 10 വർഷത്തെ എഫക്റ്റായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 10 വർഷത്തെ ശമ്പള പരിഷ്കരണമൊക്കെ നടപ്പിലാക്കി അടിപൊളിയായി വലിയ ഫിറ്റ്മെൻറ്റ് അലവൻസ് ഒക്കെ കൊടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥരെ സുഖിപ്പിക്കാം എന്നൊരു ചിന്ത UDFൽ വന്നിട്ടുണ്ട്. അതിന് UDFൻ്റെ സർവീസ് സംഘടനകളെ ആദ്യം ഒന്ന് വിശ്വാസത്തിലെടുക്കുക. അത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ നോക്കാമെന്നുള്ള നിലയിലാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. പക്ഷേ ഇതിനെ കുറ്റം പറയാൻ LDFന് കഴിയുകയുമില്ല. കാരണം 2019 21-ലാണ് ചെയ്തത്. 24 വരേണ്ടത് വരുത്തിയിട്ടുമില്ല 2 വർഷമായിട്ട്. അപ്പോൾ ഞാനതാ പറഞ്ഞു, അവർ പാതി കുളിപ്പിച്ച് കുഴച്ച് വച്ചിരിക്കുന്ന വിഷയം ആയതുകൊണ്ട് ബാക്കി കൂടി UDF കുളിപ്പിക്കും. അതിൽ കുറ്റം പറയാൻ LDFനോ പ്രതിപക്ഷ നേതാവിനോ കഴിയില്ല.
കാരണം അവരെന്ത് ന്യായം പറഞ്ഞിട്ടാണ് ഇതിനെ ന്യായീകരിക്കുക? അവരെന്താണ് ചോദിക്കാൻ പോകുന്നത്? ശമ്പള പരിഷ്കരണം 5 വർഷത്തിലൊരിക്കൽ നടപ്പിലാക്കണമെന്നൊക്കെ പറയാൻ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ BS-ന്റെ ആത്മാവ് വരും. ഉളുപ്പുണ്ടോ ഉളുപ്പ്, ചോദിക്കാൻ ഉളുപ്പുണ്ടോടോ ഉളുപ്പ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇത് ചോദിക്കാൻ ഒരു അവകാശമില്ല. ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിലൊരിക്കലാകട്ടെ എന്നുള്ള തീരുമാനം വന്നാൽ ഇനി 3 വർഷമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്, ബാക്കി കഴിഞ്ഞു പോയല്ലോ, 6-7 വർഷം കഴിഞ്ഞു പോയല്ലോ കഥ, ഇനി 3 വർഷമല്ലേ ഉള്ളൂ. അതുകൊണ്ട് 29ലേക്ക് പിടിക്കും എന്നാണ് തോന്നുന്നത്. അങ്ങനെ 29ലേക്ക് പിടിച്ചാൽ 10 വർഷത്തെ കഥ വരും. അങ്ങനെയാണെങ്കിൽ വലിയ വ്യത്യാസം വരും. DAയിലൊക്കെ വലിയ വ്യത്യാസം വരും, ഹിറ്റ്മെൻ്റ് അലവൻസിൽ വ്യത്യാസം വരും. അതുകൊണ്ട് സർക്കാർ ജീവനക്കാരെ കാത്തിരിക്കുക. ഇപ്പോൾ നിങ്ങൾ DA വാങ്ങുക, ഓണം അലവൻസ് വാങ്ങുക, ഓണം ബോണസ് വാങ്ങുക, ഓണം അഡ്വാൻസ് എടുക്കുക, അടിച്ച് പൊളിക്കുക. എന്നിട്ട് 3 വർഷം കൂടെ കാത്തിരിക്കുക. 29-ൽ നേരത്തെ തന്നെ നമുക്ക് 29-ൽ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് 28-ൽ നമുക്കൊരു കമ്മീഷനെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ 27 അവസാനം ഒരു കമ്മീഷനെയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് 29-ൻ്റെ ഇലക്ഷന് മുമ്പേ കായ് നിറച്ച് കാശ് മേടിക്കാം. തൽക്കാലം ഒന്ന് ക്ഷമിക്കും മക്കളെ.